ഇന്ത്യയുടെ സാംസ്കാരികവും ധാർമ്മികവുമായ ഘടനയിൽ രൂപപ്പെടുത്തിയ രണ്ട് ഇതിഹാസ വിവരണങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാമായണം, മഹാഭാരതം എന്നിവ വെറും കഥകൾ എന്നതിലുപരി ധർമ്മം, ത്യാഗം, കടമ, നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ശാശ്വത പോരാട്ടം എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ ഗ്രന്ഥങ്ങൾ കൂടിയാണ്. അവയുടെ വിശാലമായ ആഖ്യാനങ്ങളിൽ നമ്മുടെ ആധുനിക ലോകത്തിൽ പോലും അവിശ്വസനീയമാംവിധം പ്രസക്തമായി നിലനിൽക്കുന്ന കാലാതീതമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഇതിഹാസങ്ങളിലെ ധർമ്മത്തെക്കുറിച്ച് പറയുവാൻ അനുവദിക്കപ്പെട്ട സമയം തികയാതെ വരും. അതുകൊണ്ട് ചില പ്രധാന സന്ദർഭങ്ങളിൽ തൊട്ടു തലോടി പോകുവാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാമായണത്തിൽ മാരീചനെ കൊണ്ട് പറയിപ്പിച്ച് ആദി കവി വാൽമീകി രാമൻ യഥാർത്ഥത്തിൽ ആരാണെന്നും രാമായണം എന്താണെന്നും വെളിവാക്കി തന്നിരിക്കുന്നു. ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്നതെന്തോ അത് ധർമ്മം. അതിശക്തമായ മാനസിക സംഘർഷങ്ങൾക്കിടയിലും ധർമ്മത്തെ ചേർത്തു നിർത്താനാണ് കഥാപാത്രങ്ങൾ ശ്രമിക്കുന്നത്. വനവാസത്തിന് പോകാനായി തയ്യാറെടുക്കുന്ന രാമൻ അവിടെ പിതാവിന്റെ ആജ്ഞ അനുസരിക്കുക എന്ന ധർമ്മമാണ് നിറവേറ്റുന്നത്. ഒരു രാജാവ് തന്റെ പ്രജകളോട് കൂറുള്ളവനായിരിക്കണം. കൂടാതെ അവരുടെ മനോജിതം എന്തോ അതാണ് നിറവേറ്റേണ്ടത്. ഇത് തന്നെ പ്രജകളോടുള്ള ധർമ്മമാണ്. ഇതാണ് സീതാദേവിയുടെ അഗ്നിശുദ്ധിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്. ഇവിടെ രണ്ടു പക്ഷമുണ്ടായിരിക്കാം. എന്നിരിക്കലും ഒരു രാജാവിന്റെ ധർമ്മം അതാണ് മുന്നിൽ നിൽക്കേണ്ടത്, മറിച്ച് വ്യക്തിയല്ല എന്ന് മഹാകവി രാമനിലൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ്. ശൂർപ്പണഖയിൽ രാമനിലുണ്ടായ അനുരാഗത്തിലൂടെ കവി പറയുന്നത് തികച്ചും വ്യക്തിപരമായ ധർമ്മം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നാണ്. ശൂർപ്പണഖ രാമനിൽ അനുരക്തയായെങ്കിലും ഏകഭക്തിവ്രതനായ രാമൻ തന്റെ നിസ്സഹായാവസ്ഥ വിശദീകരിച്ച് വിവാഹാഭ്യർത്ഥന നിരസിക്കുന്നു. രാമന്റെ അടുത്തേക്ക് പക്ഷം ചേരാനെത്തുന്ന വിഭീഷണനെ വധിക്കുവാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്നുണ്ടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ശത്രുവിനെ പോലും ചേർത്തു നിർത്താൻ രാമൻ തീരുമാനിക്കുന്നതിലൂടെ ധർമ്മത്തെ വിശാലമായ അർത്ഥത്തിലേക്ക് വാൽമീകി കൊണ്ടെത്തിക്കുകയാണ്. മഹാഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവത്ഗീതയിൽ കാണുന്ന ധർമ്മ സങ്കല്പമാണ്. ഇതിൽ തന്നെ കുല വർണ്ണ ധർമ്മങ്ങൾ തമ്മിലുള്ള സംഘടനകളും കാണാനാകും. അർജുന കൃഷ്ണ സംവാദത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കണ്ടെത്താം. സ്വജനം നീഹതം ഹത്വ സുഖിനശ്യാമ മാധവ. സ്വജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് നാം എങ്ങനെ സുഖികളായി തീരും എന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. തികച്ചും കുലധർമ്മത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യം. സ്വന്തം ചോരയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ചോദ്യം തികച്ചും ന്യായം. എന്നാൽ ഭഗവാന്റെ മറുപടി കുലധർമ്മത്തിൽ നിന്നുമുള്ളതായിരുന്നില്ല, മറിച്ച് വർണ്ണധർമ്മത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ്. നിമിത്തമാത്രം ഭവ സവ്യസാചി. അല്ലയോ പിള്ളാളി വീര, നീ വെറും നിമിത്തം മാത്രമാണ്. ഇവരെയെല്ലാം കൊല്ലുന്നത് ഞാൻ തന്നെയാണ്. അനുശാസന പർവ്വത്തിന്റെ ഏതാണ്ട് പകുതിയോളവും ഭീഷ്മർ നൽകിയ ധർമ്മോപദേശങ്ങളാൽ ഗംഭീരമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഭീഷ്മൻ പിതാവിനോടുള്ള തന്റെ ധർമ്മം നിറവേറ്റിയപ്പോൾ രാജ്യത്തോടുള്ള ധർമ്മം കൈയൊഴിയുകയായിരുന്നു. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ധർമ്മം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും പറയാൻ കഴിഞ്ഞിരുന്നില്ല. തികച്ചും രാജധർമ്മം കൊണ്ട് മാത്രമാണത്. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ താനായി നിലനിൽക്കുന്ന ധർമ്മം അനുഷ്ഠിക്കുകയായിരുന്നു. ധർമ്മം പലപ്പോഴും കാഴ്ചപ്പാടുകൾ മാത്രമായി തീരുന്നു. എഴുതിവെച്ച ധർമ്മങ്ങളല്ല, മറിച്ച് നമുക്കെന്ത് പ്രാപ്യമാകുന്നുവോ അതിനെ ധർമ്മം എന്ന് വിളിക്കാനാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും ശ്രമിച്ചത്. അത് കാലക്രമേണ ഒരു വലിയ സമൂഹത്തിന്റെ എഴുതപ്പെടാത്ത ധർമ്മ മൂല്യങ്ങളായി മാറുകയായിരുന്നു. ഉപസംഹാരമായി വ്യത്യസ്ത ആഖ്യാന ശൈലികളും സങ്കീർണതകളും ഉണ്ടായിരുന്നിട്ടും രാമായണവും മഹാഭാരതവും വിലമതിക്കാനാകാത്ത ധാർമ്മിക ദിശാസൂചനകൾ നൽകുന്നു. ധർമ്മത്തിന്റെ അചഞ്ചലമായ ശക്തി, ദുർഗുണത്തിന്റെ വിനാശകരമായ സ്വഭാവം, ഭക്തിയുടെ സൗന്ദര്യം, ത്യാഗത്തിന്റെ ആവശ്യകത, പാത ദുഷ്കരമാകുമ്പോൾ പോലും നീതിപൂർവകമായ തിരഞ്ഞെടുപ്പുകൾ എടുക്കേണ്ടതിന്റെ അഗാധമായ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അവ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഇതിഹാസങ്ങൾ വെറും പുരാതന കഥകളല്ല, അവ ജീവിക്കുന്ന വഴികാട്ടികളാണ്. മനുഷ്യത്വത്തെ നിർവചിക്കുകയും കൂടുതൽ നീതിയുക്തവും ഐക്യദാർഢ്യമുള്ളതുമായ ഒരു നിലനിൽപ്പിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന ശാശ്വത മൂല്യങ്ങളെക്കുറിച്ച് അവ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.